മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. ലൂക്ക 1-ാം അധ്യായം 38-ാം വാക്യം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എട്ടുനോമ്പ് ആചരണത്തിന്റെ ഈ ദിവസങ്ങളിൽ മേരീസ് യെസ് ടു ഗോഡ് ടീച്ചിങ് യെസ് ട്രസ്റ്റ് എന്ന ചിന്താവിഷയത്തെക്കുറിച്ച് നമുക്ക് അല്പനേരം ചിന്തിക്കാം. ലൂക്കോസ് 1:38 രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദൈവത്തോടുള്ള മറിയത്തിന്റെ അതെ എന്നത് അവളുടെ വിശ്വാസത്തിന്റെയും അനുസരണയുടെയും ശക്തമായ ഒരു ഉദാഹരണമാണ്. യേശുവിനെ ഉദരത്തിൽ വഹിക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി ഗബ്രിയേൽ ദൂതൻ മറിയത്തെ അറിയിച്ചപ്പോൾ മറിയം വിശ്വാസത്തോടും കീഴടങ്ങലോടും കൂടി അവളുടെ സമ്മതം അറിയിച്ചു. നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇവിടെ മാതാവിന്റെ വിശ്വാസത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. താൻ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് ദൂതൻ അറിയിച്ചപ്പോൾ അസാധ്യമോ അവ്യക്തമോ ഒക്കെ ആയി തോന്നിയപ്പോഴും ദൈവത്തിന്റെ വാഗ്ദാനത്തിലും പദ്ധതിയിലും മാതാവ് പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു. ഇവിടെ മാതാവിന്റെ പ്രതികരണം അവളുടെ സന്നദ്ധതയെ കാണിക്കുന്നു. വിശ്വാസവും ധൈര്യവും ആവശ്യമായി വന്നപ്പോഴും ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള അവളുടെ പ്രതിബദ്ധത, മറിയത്തിന്റെ അനുസരണ, വിധേയത്വം എല്ലാം അവളുടെ അതെ എന്ന ഒറ്റ വാക്കിൽ പ്രകടമാകുന്നു. മറിയത്തിന്റെ മാതൃകയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കുവാനും വിധേയപ്പെടുവാനും നമുക്കും ശ്രമിക്കാം. നമുക്ക് നമ്മുടെ അനിശ്ചിതത്വമോ വെല്ലുവിളി നിറഞ്ഞതോ ആയ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ പദ്ധതിയോട് യെസ് എന്ന് പറയാൻ അമ്മയുടെ ആ അതെ എന്ന് നമ്മെ പ്രോത്സാഹിപ്പിക്കട്ടെ. ജീവിതയാത്രയിൽ മാതാവിന്റെ മാധ്യസ്ഥം നമുക്ക് സമാധാനം, പ്രത്യാശ, സന്തോഷം എന്നിവ അനുഭവിക്കാൻ സാധിക്കും. ദൈവത്തിൽ വിശ്വസിക്കാൻ പഠിപ്പിക്കുന്ന മറിയത്തിന്റെ ആ അതെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വിശിഷ്ടമായ കാഴ്ചകളിൽ ഒന്നാണ്. ദൈവദൂതൻ വന്ന് നസ്രത്ത് നഗരത്തിലെ ഒരു എളിയ യുവതിയുമായി സംസാരിക്കുന്നു. ഈ സന്ദേശം മനുഷ്യരാശിക്കായി ദൈവം ഒരുക്കുന്ന മഹത്തായ പദ്ധതിയുടെ തുടക്കമാണെന്ന് അവളേക്കാൾ നന്നായി ആരറിയും. അവളുടെ മറുപടി വളരെ ലളിതമായിരുന്നു. എന്നാൽ അതിൽ പതിയിരിക്കുന്നത് അവളുടെ വിശ്വാസത്തിന്റെ ആഴവും സമർപ്പണത്തിന്റെ ഗൗരവവുമാണ്. കർത്താവിന്റെ ദാസി എന്ന നിലയിൽ ഞാൻ തയ്യാറാണ്. പരിശുദ്ധ അമ്മയുടെ സമ്മതം വിശ്വാസത്തിന്റെ പാഠമാണ്. മറിയം താൻ ഏത് നിർണായക തലത്തിൽ നിൽക്കുകയാണെന്ന് അവൾക്ക് വ്യക്തമായിരുന്നില്ല. ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും അവളുടെ മനസ്സ് തുറന്നിരുന്നു, ഹൃദയം തയ്യാറായിരുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ എല്ലാം അറിയില്ലെങ്കിലും വിശ്വാസത്തോട് പ്രതികരിക്കുക എന്നതാണ് ആത്മീയ വളർച്ചയുടെ അടിസ്ഥാനം. എന്നാൽ ആ അതേ നയിച്ചത് കുരിശിലേക്കുള്ള വഴിയാണ്. മറിയത്തിന്റെ സമ്മതം ഒരു തലത്തിൽ ദൈവകൃപയുടെ വഴിയായിരുന്നെങ്കിലും അതേസമയം അതൊരു വേദനയുടെ വഴിയുമായിരുന്നു. ശിശുവിന്റെ ജനനം മുതൽ കുരിശുമരണം, പുനരുദ്ധാനം വരെയുള്ള ദൈവപദ്ധതിയിൽ അമ്മയുടെ ജീവിതം പങ്കാളിയാവുകയാണ്. അവളുടെ സമർപ്പണം യേശുവിന്റെ കുരിശിന്റെ നടുവിലും നിലകൊള്ളുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പലതവണ നമ്മോട് ചോദിച്ചിട്ടുണ്ടാവും, നിന്റെ ജീവിതത്തിലും ഞാൻ പ്രവർത്തിക്കട്ടെ എന്ന്. അവിടെയാണ് നമ്മുടെ ആ അതെ അത്യാവശ്യമായി വരുന്നത്. ഇന്ന് മറിയം നമ്മെ പഠിപ്പിക്കുന്നതും അതാണ്. ദൈവത്തിന്റെ ആഹ്വാനത്തോട് ഭയമില്ലാതെ അതെ എന്ന് പറയുവാൻ, ഭാവിയിൽ എന്തായിരിക്കുമെന്ന് അറിയാതെ തന്നെ വിശ്വാസത്തിൽ ജീവിതം നയിക്കാൻ, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റിവെച്ച് ദൈവഹിതത്തിന് മുൻതൂക്കം നൽകാൻ, കഷ്ടതകളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്ന് ദൈവത്തിന് മാത്രം ആശ്രയിക്കുവാനുള്ള ആന്തരിക ശക്തി ലഭിക്കുവാനും നമുക്ക് മാതാവിന്റെ മാധ്യസ്ഥം യാചിക്കാം. പരിശുദ്ധ അമ്മയുടെ അതെ എന്നത് ഒരു എളിയ വാക്കല്ല, ആത്മീയ വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും വിജയഗാഥയാണ്. ആ അതെ നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഒരുങ്ങുമ്പോൾ ദൈവം നമ്മിൽ പ്രവർത്തിക്കുവാനും നമ്മിലൂടെ കൃപ ചൊരിയുവാനും തുടങ്ങും. നമുക്കും പറഞ്ഞു തുടങ്ങാം, കർത്താവേ, ഞാൻ തയ്യാറാണ്, എന്റെ ജീവിതത്തിലൂടെ നിന്റെ ഇടപെടൽ നടക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എട്ടുനോമ്പിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു.